നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ നിന്റെയും പ്രിയന്റെയും കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാന്ന് പ്രിയന്റെ അമ്മ പറഞ്ഞപ്പോഴും നീ അവരെ തടഞ്ഞു. പ്രിയനെ കല്യാണം കഴിക്കാതിരിക്കാൻ മാത്രം എന്ത് സാഹചര്യമാണ് നിനക്കുള്ളത്? ശരിക്കുള്ള കാരണം നീ ആരോടും പറയാതെ ഒളിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. പ്രിയനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിന്റെ സാഹചര്യം എന്താണെങ്കിലും ഇങ്ങനൊരു ജീവിതം വേണ്ടെന്ന് വെക്കരുത്. നീ എന്നെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറയാറില്ലേ? നിന്റെ പ്രശ്നം എന്താണെന്ന് നീ എന്നോട് പറ, ഞാൻ അതിന് പരിഹാരം കാണാം. ഇങ്ങനെ മിണ്ടാതെ നിൽക്കാനാണോ നിന്റെ തീരുമാനം? തെറ്റെന്റെ ഭാഗത്താ. കൈലാഷ്, അന്ന് നിന്റെ അച്ഛനോട് പ്രിയനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അവനെ തടുക്കാൻ പാടില്ലായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാന്ന് കരുതിയാ മതിയായിരുന്നു. ആ തെറ്റ് തിരുത്താനുള്ള സമയമായി. നീ വാ. എങ്ങോട്ടാ മാഡം? അതൊക്കെ പറയാം, നീ വാ. ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ വന്ന് ഭക്ഷണം കഴിക്കേ. നീ ചില കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. എടാ, നീ ഉച്ചയ്ക്ക് കൊണ്ടുപോയി ഭക്ഷണം അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക. മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്കിപ്പോ വിശപ്പില്ലമ്മേ. എന്താടാ നിന്റെ പ്രശ്നം? നീ പാറുവിനെ പറ്റി തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അതൊന്നും അല്ലമ്മേ. നീ വെറുതെ നുണ പറയണ്ട. എന്താടാ? പാറുവിനോട് ആലോചിക്കാൻ സമയം വേണോന്ന് തന്നെയാണോ പറഞ്ഞത്? അതോ അവക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോ? നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയല്ലേ. എടാ, ഞാൻ നിന്റെ അമ്മയാ. നീ നുണ പറയുന്ന കണ്ട എനിക്ക് മനസ്സിലാവും. എടാ, പാറു നിന്നോട് എന്താ പറഞ്ഞെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. വിഷമം താങ്ങാൻ പറ്റാത്ത ഘട്ടമാവുമ്പോ നീ എന്നോട് എല്ലാം തുറന്നു പറയുമെന്ന് എനിക്കറിയാം. അതുവരെ ഞാൻ നിന്നോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ സ്വന്തം ആരോഗ്യം കളയരുത്. വന്ന് ഭക്ഷണം കഴിക്കേ. ഇങ്ങോട്ട് വാ. വേണ്ട മാഡം, വേണ്ട മാഡം. ഇങ്ങോട്ടാണ് വരാൻ പോകുന്നത് മാഡം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. നമുക്ക് തിരിച്ചു പോവാം മാഡം. ഇല്ല, ഇന്ന് ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കാതെ പറ്റില്ല. നീ വാ. മാഡം, മാഡം ഞാൻ പറയണ്ട. മാഡം പ്ലീസ്. വേണ്ട മാഡം, ഞാൻ പറയുന്നത് കേൾക്ക്. മാഡം, മാഡം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് മാഡം ഒന്ന് കേൾക്കണം മാഡം പ്ലീസ്. മാഡം, മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ. മാഡം വിട് മാഡം പ്ലീസ്, എന്നെ വിട്. ഇങ്ങോട്ട് വാ പാറു. എനിക്ക് പറയാനുള്ളത് കേൾക്ക് മാഡം. മാഡം എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാനാ ഞാൻ വന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് പ്രിയന്റെ അമ്മയോടാ. ശോഭ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. പാറുവിന് പ്രിയനെ കല്യാണം കഴിക്കാൻ സമ്മതമാണ്. നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ അവരുടെ കല്യാണം നമുക്ക് നടത്താം. മാഡം എന്തൊക്കെയാ പറയുന്നത്? നീ മിണ്ടരുത്. പ്രിയനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത് നീ തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടത്തെ ഞങ്ങൾ ബഹുമാനിച്ചില്ലേ? ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ മുതിർന്നവർ എടുക്കുന്ന തീരുമാനത്തെ നീയും ബഹുമാനിക്കണം. അങ്ങനെ മാഡം മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പാറുവിന് കല്യാണത്തിന് സമ്മതമാണെന്ന് മാഡം പറയുന്നുണ്ടെങ്കിലും അവളതിന് സമ്മതം പറഞ്ഞിട്ടില്ല. അവളുടെ ഭാവം കണ്ടിട്ട് സമ്മതമല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ദർശനെ, നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ. എടുത്തു ചാടി ഓരോന്നും സംസാരിക്കരുത്. കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചോളാം. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവർ വേണം അത് പരിഹരിക്കാൻ.
ശോഭ ആഗ്രഹിച്ചതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. വേണ്ട മാഡം, ഇപ്പൊ ഒരു തീരുമാനം എടുക്കണ്ട. നമുക്ക് തിരിച്ചു പോവാം. പാറു, ഞാൻ നമ്മുടെ ഹോസ്റ്റലിലെ എല്ലാ പെൺകുട്ടികളോടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ നിന്നോട് മാത്രം ഞാനൊരു അമ്മയെ പോലെ സ്നേഹത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. നിന്റെ ജീവിതം കൈവിട്ടു പോകുന്നതിന്റെ വക്കിലാണ് നീ നിൽക്കുന്നത്. നീ എടുക്കുന്ന തെറ്റായ തീരുമാനം കൊണ്ട് ഒരിക്കലും കരകയറാൻ പറ്റാത്ത ആഴത്തിലേക്ക് നീ വീഴും. നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചോളാം. നീ കല്യാണത്തിന് സമ്മതമാണെന്ന് മാത്രം പറഞ്ഞാ മതി. മോളെ, ഞാൻ ഇതിനെക്കുറിച്ച് നിന്നോട് സംസാരിച്ച നീ ടെൻഷനാവുന്ന കരുതിയാ പ്രിയൻ വഴി ഈ കാര്യം നിന്നോട് അവതരിപ്പിച്ചത്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ വെറുതിരുന്ന സമയത്ത് പോലും പ്രിയനെ മാത്രം വിശ്വസിച്ച് നീ ഈ വീട്ടിൽ കഴിഞ്ഞതല്ലേ? നിന്റെ മനസ്സിൽ അവനുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ അത് ധാരാളമാണ്. നീ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ എന്തിനാ മടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പ്രിയനോട് എനിക്കുള്ള അതേ കരുതല് നിന്റെ കാര്യത്തിലും എനിക്കുണ്ട്. നിങ്ങളുടെ കല്യാണം വേഗം നടത്തുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. പക്ഷേ ആ പ്രശ്നം എന്താണെന്ന് നിനക്ക് തുറന്നു പറഞ്ഞൂടെ? നീ തെറ്റായ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ രണ്ടുപേരുടെയും ഭാവി തകർന്നു പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങളോട് തുറന്നു പറ മോളെ. നിന്റെ അച്ഛനെയും അമ്മയും കല്യാണത്തിന് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. ഇനി അതല്ല, ചേച്ചിയുടെ കല്യാണത്തിന് പുറകെ നിന്റെ കല്യാണം കൂടെ നടത്താനുള്ള കാശ് അവരുടെ കയ്യിൽ ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട. കല്യാണത്തിന് വേണ്ട മുഴുവൻ ചെലവും ഞങ്ങൾ എടുത്തോളാം. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നിന്നെ ഈ വീടിന്റെ മരുമകളായി ഞങ്ങൾ കൊണ്ടുവന്നോളാം. സ്വന്തം മകൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടുമ്പോ അച്ഛനമ്മമാര് സന്തോഷിക്കേയുള്ളൂ. എന്റെ അവസ്ഥ നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കണമെന്ന് എനിക്കറിയില്ല. അച്ഛനോടും അമ്മയോടും എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നതും മറ്റാരെങ്കിലും പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് കഴിയില്ല.